ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 ശമൂവേൽ 28 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 27 അധ്യായത്തിൽ ശൗൽ രാജാവിനെ ഭയന്ന് ദാവീദ് ഫെലിസ്ത്യ രാജാവായ അക്കീശിലേക്ക് ചെന്നതും അദ്ദേഹം അവിടെ ദാവീദിന് അഭയം കൊടുത്തതുമായ കാര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ വായിക്കുന്നു, അക്കീസ് രാജാവ് ഉൾപ്പെടുന്നതായ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ അക്കീസ് രാജാവ് ദാവീദിനോട് പറയുന്നു, നീ എന്നോട് കൂടെ പോരണം. ഇവിടെ ദാവീദ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് സ്വന്തം ജനത്തോടാണ്. അപ്പം ദാവീദ്, ഞാൻ നിന്നെ സഹായിക്കാം, നിൻ്റെ കൂടെ വരാമെന്ന് പറയുകയല്ലാതെ മറ്റു മാർഗം ഇപ്പോൾ ദാവീദിനില്ലതാനും. അപ്പോൾ ഫെലിസ്ത്യർ യുദ്ധത്തിന് ഒരുങ്ങുന്നത് കണ്ട് ശൗൽ രാജാവ് ഭയപ്പെട്ടു. അത്രമാത്രം പടയാളികളെ കണ്ട് ശൗൽ രാജാവ് ഭയപ്പെട്ടു. അദ്ദേഹം ഇതിനു മുൻപ് ചെയ്തിരുന്നത് പോലെ കർത്താവിനോട് ആലോചന ചോദിക്കുന്നുണ്ടാവും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇതിനു മുൻപേ ശമൂവേൽ പുരോഹിതനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശമൂവേൽ പുരോഹിതൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടതായ എല്ലാ സഹായങ്ങളും ശൗലിന് ദൈവത്തിൻ്റെ അറിയിപ്പ് നൽകുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ ശൗലിനൊന്നും ലഭിക്കുന്നില്ല. നമ്മൾ വായിക്കുന്ന സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഒരറിയിപ്പും ശൗലിന് ഇവിടെ ഇത് ലഭിക്കുന്നില്ല. കാരണം അദ്ദേഹം പുരോഹിതന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞു. അവരാണ് ഉറീമിയും തുമ്മീമും വെച്ച് ദൈവത്തിൻ്റെ ഹിതം അറിയേണ്ടത്. ഇതിനു മുൻപ് നമ്മൾ കണ്ടല്ലോ, അദ്ദേഹത്തിനെതിരായി ദാവീദിനെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ അന്നുണ്ടായിരുന്ന പുരോഹിത വർഗത്തെ മുഴുവൻ അദ്ദേഹം കൊന്നുകളഞ്ഞു. രണ്ടാമത്, അദ്ദേഹത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. ദൈവഹിതമല്ലാത്ത, നീതിയല്ലാത്ത നീചമായ ചിന്തകളും പ്രവൃത്തികളും അദ്ദേഹത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ആ ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാവുന്നില്ല. അപ്പോൾ അദ്ദേഹം മന്ത്രവാദികളെ അന്വേഷിക്കുകയാണ്. അന്നൊക്കെ രാജകൊട്ടാരങ്ങളിൽ രാജാവിനോട് ചേർന്ന് മിക്കവാറും മന്ത്രവാദികളൊക്കെ ഉണ്ടായിരുന്നു. ശമൂവേൽ മരിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികളെയൊക്കെ പുറത്താക്കി യഹോവയുടെ കൽപ്പന പ്രകാരം അതിന് അവരോടൊന്നും ആലോചന ചോദിക്കാൻ പാടില്ലാത്തതാണല്ലോ. ന്യായപ്രമാണം അനുസരിച്ച് അങ്ങനെ ആഭിചാരകന്മാരുടെ അടുത്ത് പോകുന്നത് വളരെ തെറ്റുമാണ്. ആവർത്തന പുസ്തകമൊക്കെ വായിച്ചപ്പോൾ നമ്മളിത് കണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മന്ത്രവാദികളെയെല്ലാം ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിക്കാതെ വന്നപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം മന്ത്രവാദികളെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വേഷപ്രച്ഛന്നനായി എൻദോർ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ചെന്നൊരു മന്ത്രവാദിനിയെ അദ്ദേഹം അവിടെ കണ്ടെത്തുകയാണ്. വേഷപ്രച്ഛന്നനായി പോകുന്നു. രാജാവിൻ്റെ വേഷത്തിൽ ചെല്ലാനാവില്ലല്ലോ. ഇന്നും പല വിശ്വാസികളും രഹസ്യമായി ഇതുവരെയുള്ള ആഭിചാരകന്മാരുടെ മന്ത്രവാദികളെ സമീപിക്കുകയും അവരിൽ നിന്നുള്ളതായ അരുളപ്പാടുകളെ സ്വീകരിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഒരേ സമയത്ത് 2 വള്ളത്തിൽ കാലുവയ്ക്കുന്നതായ സ്വഭാവമാണിത്. ദൈവത്തെയും പിശാചിനെയും ഒരുപോലെ നമുക്ക് അഭയം തേടുവാൻ സാധിക്കില്ല. അത് പാടില്ലാത്തതാണ്. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ളതായ ഒരു കാര്യമാണത്. ദൈവത്തെ വിട്ട് ഇതുപോലെയുള്ള മന്ത്രവാദികളുടെ പിന്നാലെ പോവുക എന്നുള്ളത്. ശൗലിന്
ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരിക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഇദ്ദേഹം ചെന്ന് പറഞ്ഞനുസരിച്ച് ഇദ്ദേഹം ആവശ്യപ്പെടുന്നു, ശൗൽ ആവശ്യപ്പെടുന്നു, ശാമുവേലിനെ നീ വരുത്തണം. അന്ന് ഇത് മരിച്ചവരെയൊക്കെ വിളിച്ചു വരുത്തുന്ന രീതി അന്ന് മന്ത്രവാദികളുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കണം. ശാമുവേലിനെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെടുന്നു. ഈ മന്ത്രവാദിനെ അതനുസരിച്ച് ചെയ്യുകയും ശാമുവേൽ പുരോഹിതൻ വരുന്നതായി നമ്മളിവിടെ കാണുന്നു. അപ്പോൾ മന്ത്രവാദി വിളിച്ചാൽ വരുന്നവനാണോ ശാമുവേൽ പുരോഹിതൻ ദൈവത്തിൻ്റെ അഭിഷിക്തനെന്ന് ചോദിച്ചേക്കാം. ശൗലിൻ്റെ അന്തിമവിധി പ്രസ്താവിക്കുവാൻ ദൈവം തന്നെ ശാമുവേലിനെ വരുത്തുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത്. അതുകൊണ്ട് ശാമുവേൽ പുരോഹിതൻ വന്നപ്പോൾ അദ്ദേഹം ശൗലിനോട് പറയുന്നത്, നീ ദൈവത്തിൽ നിന്ന് അകന്നവനാണ്. ദൈവത്തിൽ നിന്ന് എന്തിനാണ് നീ എന്നെ വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഉറിയമും തുമ്മിയും വെച്ചോ സ്വപ്നത്തിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ദൈവം എനിക്ക് അറിയിപ്പൊന്നും തന്നില്ല, അതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നു, ദൈവം നിന്നിൽ നിന്ന് അകന്നിരിക്കുകയാണ്. നിന്നിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ അഭിഷിക്തനെ കൊല്ലുവാൻ നീ വർഷങ്ങളായി അവൻ്റെ പിന്നാലെ നീ നടക്കുകയാണ്. എത്ര പ്രാവശ്യം അവന് നിന്നെ വധിക്കുവാനുള്ള അവസരം ലഭിച്ചതാണ്, പക്ഷെ അവനത് ചെയ്തില്ല. നീയോ ആ നിഷ്കളങ്കനായവനെ വധിക്കാനൊക്കെ ശ്രമിക്കുന്നു. അതുകൊണ്ട് നീ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം നിനക്ക് അരുളപ്പാടിനെ നൽകാത്തത് എന്നിവിടെ പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നീയും നിൻ്റെ പുത്രന്മാരും എന്നോട് ചേരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വധിക്കപ്പെടും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന അർത്ഥത്തിൽ ശാമുവേൽ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് ശൗല് നിലത്ത് വീഴുകയാണ്. അന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ അദ്ദേഹം വളരെ നിരാശനായി കിടക്കുകയും ആ മന്ത്രവാദിനി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു വിടുകയും ചെയ്തതായ കാര്യം നമ്മൾ അവസാനമായി ഇവിടെ വായിക്കുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതെന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, ദൈവാത്മാവ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോകേണ്ട സാഹചര്യം, ഇതുപോലെയുള്ളതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നമ്മെ വഴി നടത്തുന്ന, നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവഹിതത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്കിടയാകണം. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അനുഭവമായി മാറുവാൻ തക്കവണ്ണം, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന അനുഭവങ്ങളായി മാറുവാൻ തക്കവണ്ണം ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.